started by just saying a few words. First of all, welcoming everyone, especially the families, Sinisha, Aaron, and Anna, and the rest of the family. And they were an integral part of our church, and we're going to miss Matthews as well. As we go through the program, will be displayed on the board. My request is every speaker, everyone, please stick to the times, and please stick to the guidelines given by the ushers. We got to keep it on time, and that's the only way to get it done, because there's certain times by which we got to vacate this place so family can spend time together, and etc. etc. So I'll be the official timekeeper. Don't get mad at me if I tell you, please wind down fast. Okay, that's my job. So second thing I want to say is that there's a few visitors from Matt's workplace. I just want to name them: Shakiba, Arya, William, Lisa, Taylor, Misty, Aaron. Thank you for joining us. We're blessed to have you, and thanks for making the time. And with that, I will thank everyone for coming, welcome everyone for coming, and I'll pass it on to Achan, our Vicar, Dr. Matthew Matthews, for starting the opening prayer. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച യഹോവയിൽ നിന്ന് വരുന്നു. കാരുണ്യവാനായ ദൈവമേ, ജീവിതത്തിൻ്റെ സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളിലൂടെ ഞങ്ങളെ പ്രവേശിപ്പിക്കുമ്പോൾ നീ ഞങ്ങൾക്ക് തക്ക തുണയായി കാവലായുള്ളതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രിയമാധ്യസ്ഥം പാടുന്ന ധന്യമായ ജീവിതത്തിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവേ, അവിടുന്ന് ലോകത്തിലേക്ക് അയച്ച നാൾ മുതൽ ഇന്ന് വരെയും ദൈവമേ, നിന്റെ ദാസന്റെ ജീവനെ വേർപെടുന്ന നാൾ വരെയും ഈ ലോകത്തിൽ വിശ്വസ്തയോടെ നിനക്കായി ജീവിക്കാൻ അവിടുന്ന് ഉപകരണമാക്കിയല്ലോ. നന്ദിയോടെ സ്തോത്രം. കുടുംബ ജീവിതത്തിൽ തക്ക തുണയായി കാവലായ നിന്റെ ദാസൻ കൂടെ ഇരുന്നു. പ്രിയ സനിഷയ്ക്ക് കൂട്ടാളിയായി, പ്രിയ കുഞ്ഞുങ്ങൾക്ക് പിതാവായി കൂടെ ഇരുന്ന ദാസൻ ദൈവമേ, ആരാധനാ സമൂഹത്തിന്റെ ഭാഗമായി ഞങ്ങളിൽ ഒരു സഹോദരനായി ഞങ്ങളോട് കൂടെ ആരാധിച്ച പ്രിയമകൻ ഞങ്ങളിൽ നിന്ന് വാർപ്പെട്ടത് ഞങ്ങൾക്ക് ദുഃഖവും പ്രയാസവും നിന്റെ മക്കൾക്ക് താങ്ങാവുന്നതിനുപരിയാണ്. എന്നാൽ അതിനൊക്കെ കർത്താവെ അവിടുന്ന് മാറ്റം വരുത്തുന്ന ദൈവമാണല്ലോ. നിന്റെ മക്കളുടെ ഹൃദയത്തിൽ നിന്ന് അതികഠിനമായ വേദനയും കണ്ണിൽ നിന്ന് കണ്ണുനീരിന്റെ അനുഭവത്തെയും അടിയങ്ങളുടെ ദുഃഖങ്ങളെയും വേദനകളെയും ദൈവമേ അവിടുന്ന് മാറ്റണമേ. ഈ ശുശ്രൂഷകളിൽ കർത്താവെ നിന്റെ സാന്നിധ്യം അനുഭവിച്ച് സർവശക്തനായ ദൈവത്തിൽ ബലപ്പെട്ട് പ്രിയദാസനെ പ്രത്യാശയോടെ കൂടി യാത്രയാക്കുവാൻ നിന്റെ മക്കളെയും അടിയങ്ങളെയും അവിടുന്ന് സഹായിക്കണമേ. നാട്ടിലെ കൂടി യാത്രകൾക്ക് ക്രമീകരണങ്ങളിൽ കൂടെ ഇരിക്കണം. ഇന്നത്തെ ശുശ്രൂഷയിൽ അതോടെ തൊട്ട് സാന്നിധ്യം കൊണ്ട് നടക്കണം. വിവിധങ്ങളായ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നവർ വിശ്വസ്തയോടെ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെ നിറവേറ്റുവാൻ അവിടുന്ന് സഹായിക്കണം. വിവിധയിടങ്ങളിൽ നിന്ന് കടന്നു വരുവാനുള്ളവർ കടന്നു വന്ന കർത്താവേ പ്രിയദാസനെ യാത്ര പറയുവാൻ അവിടുന്ന് സഹായിക്കണമേ. അടിയങ്ങളുടെ പ്രാർത്ഥനയെ കൃപയോടെ കേൾക്കണമേ. We will have 10 minutes of viewing while the choir sings songs. So who wants to just come around, I think the ushers will guide you which direction to come and which direction to leave. Okay? Peace.
also welcome Reverend David Thomas, father of our own Jay Snetchen. So welcome, thanks for joining us. And we will, just continuing on with the program, we will have, next is Malayalam Bible reading by Lindsay Simon. Then there will be condolences, a few condolences on behalf of the church, which I'll start with. And then there will be English Bible reading, then family condolences. So the next viewing will be at 7 p.m. So let me request Lindsay Simon to come forward after the Malayalam Bible reading. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 51 മുതൽ 58 വരെയുള്ള വാക്യങ്ങൾ. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമിക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും. മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവൃത്തിയാക്കും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കുകയാൽ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുവിൻ. ഇവിടെ നാം വളരെ സാധിക്കും. Actually, we have Reverend David Thomas here, so we would start the condolences with him. So I'll welcome Reverend David Thomas to come and say a few words. Really, it's very surprising news. I heard it, then somebody called me here, from here. I talked to them and find out it is not the time for preaching, really. So I came here to celebrate one baptism today. Just I finished the baptism and I thought about it just to stop by. I have to drive right now back to Houston because tomorrow I have service. Now, yesterday I tried to reach at home at the traffic and late at that's the information. Thank you, Achan. മരണത്തെ കുറിച്ച് നമ്മൾ കാണുന്നത് എന്തോ നഷ്ടപ്പെട്ടതാക്കില്ല. എന്നാൽ കർത്താവിന്റെ സന്നിധിയിൽ നഷ്ടമല്ല, പിന്നെയോ ജീവിതം ആരംഭിക്കുന്നത് നാം ഭൂമിയിൽ നിന്ന് വേറിട്ട് കഴിയുമ്പോഴാണ്. മരണമല്ലാതെ ഒരു just departure from the earth, the body going back to the earth that it belonged to, but the soul is with God. അതുകൊണ്ട് ആത്മാവ് സന്തോഷിക്കുക. കൊരിന്ത്യ ലേഖനത്തിൽ നമ്മൾ പറയുന്നത് നമ്മൾ മർത്യ ശരീരം വിട്ട് ഈ ഭൗമ ശരീരമെല്ലാം വിട്ടതിന് ശേഷം നമ്മൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. മരണത്തെ
to say surprise, this soon, very young age, he has to leave from here. It is not easy for his wife and the children and the families, and especially this church. I have heard this church is blessed by their families. The daughters singing, and they are all very active. But the good thing is, now he is evangelizing right now. All these years or days they were here, I don't think he evangelized this much what he's doing today. He says, this is the life. We all have to go through this. But this is not the end. Our life is beginning. When Jesus Christ coming again, the triumphant comes, those who are dead, they raise. And those who are seen on life, they also join it. So we have a joining, a fellowship with God in heaven. There is no sorrow, there is no cry. There is no other death. This death came not because of sin, but because of the fulfillment of the Bible. We say Adam and Eve. Recently I was reading one in the Bible, I was thinking about it. Jesus created everything by saying, Genesis chapter 1. But the only thing he did, he created human being. Why can he say that, okay, let's have human being, but not? Because he created us his own image, his own definition, his own plan, mold us. So he is the creator, he is the owner, he has authority before any Satan's spirit dominates us. But Adam and Eve, we see disobedient. But actually it's not they're disobedient because of the Satan Lucifer's power. God, the other creature. His power at that time, it was more than powerful than human. Eve doesn't have the Holy Spirit that much power, even though they're created by birth, Adam, but Eve was not by birth. Took the bone out and made a female and joined together. But the Lucifer power was stronger. Still, we are in the life and daily. The Lucifer's power is the left-hand side, but we have to bring the Holy Spirit right side. We all have eternal life. We have to prepare for that. I'm not preaching. Let me convey our condolences from my personal, from our family, especially Episcopal and Anglican churches and the mission. I'm working in Houston and Church of South India. For all condolences. Everybody know him. We send our WhatsApp from the churches. Many of them praying, few of them know personal. Then I said, I'm going to Dallas. They said, just convey our condolences to you. May God give peace, the heavenly peace be upon you, bestowed upon you. Especially God will guide. Don't worry about it. I was telling a story, a boy, a man left two little children. The older one was 9-year-old, the second one was 7. The wife. The household income is stopped. Breadwinner is gone. He died, he was sick. Then there is a problem. The 9-year-old girl started praying.
പറഞ്ഞു മമ്മിയെ ഓടിച്ചെന്ന് പറഞ്ഞു മമ്മി സ്കൂളിലാണ് കിടക്കുക. മമ്മിയോട് പറഞ്ഞു ജീസസ് ഈസ് ഔട്ട്സൈഡ്. Then the first worker came with a lot of stuff, including medicine and money. Then she said, and he said, Jesus sent me here and he told me in future, now on, I have to take care of your family. God will provide. That is the financial things. But I'm saying that angels and all the company of heaven be with you, protect you. And this church is here. That is our goodness. The South Indians, they are together, they pray together. And love and affection is here. May God give you peace. Almighty God, we thank you, we praise you. അവിടുത്തെ ദാസന്റെ കുടുംബത്തെ കരങ്ങളിലേക്ക് തരും. സ്വർഗത്തിൽ നിന്നുള്ള സമാധാനത്തെ നൽകണം. പ്രിയപ്പെട്ടവരുടെ നാട്ടിലും വിദേശത്തുള്ളവരെ ഓർക്കണം. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്നേഹിതരെ എല്ലാവർക്കും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർക്ക് പഠിക്കണം, കൊള്ളണം കർത്താവേ. സ്വർഗത്തിലെ ദൈവമേ, അവിടുത്തെ ദൂതനുള്ള കുഞ്ഞുകുട്ടി കാവലാക്കണമേ. പൈശ്വാദിന് നോക്കാതെ പരിപാലിച്ചോളണം. അവിടുത്തെ ഇവരെ താമസിക്കുന്നില്ല അവർക്ക് കൂടി ദൈവത്തിന്റെ സാക്ഷി ലോകം കേൾക്കാൻ തക്കവണ്ണം ഞങ്ങളെല്ലാവരും അവിടുത്തെ തിരുസന്നിധിയിൽ എത്തിച്ചേരുന്നുള്ള പ്രത്യാശ ഞങ്ങൾക്ക് ഈ ലോകത്തിൽ ജീവിപ്പാനും ശേഷിക്കുന്ന കാലം ഇടയാക്കപ്പെടണം. സൃഷ്ടിക്ക് നേതൃത്വം കൊടുക്കുന്ന അക്ഷരത്തെ വേണ്ടി പ്രാർത്ഥിക്കുന്നു. സൃഷ്ടിയിലേക്ക് തുടർന്ന് നടക്കുന്ന നാട്ടിലെ എല്ലാ ശുശ്രൂഷയിലും അവിടുത്തെ കൃപയും അവിടുത്തെ സാന്നിധ്യം ഉണ്ടായിരിക്കട്ടെ. യേശു ചരിത്ര പ്രാർത്ഥന വേണമേ. Thank you, Achan. Thanks for the nice words and encouraging words. So, continuing through the program, I will kick off some words of condolences on behalf of our church. And there will be a few people following me, and then there will be English Bible reading by Mr.Mathew, our English lay leader, then family condolences, and then songs and music. Then our Achan, our vicar, our Matthews will give the message, and then Aaron Matthews, son of Matthews, will close it out with John Christian and will give the word of thanks. So let me start by saying, as all of you know, I don't talk much. That was a joke. Matthews was the opposite of me. He was a very quiet person. The last time I actually gave a eulogy in the church was in 2013. After that I was working abroad for 5 years and I used to commute. But that was when Kay Verghese, our treasurer Reggie Verghese's father passed away. And coincidentally that was the year Matthew Ampatu actually came to our church for the first time. I was a secretary but I was traveling, so I just knew his name. I knew him by face, but I didn't make the connection till Caroline that year. So during Caroline I actually went to his house. I still remember we were there with Sehion, and who was a vicar at the time, and I think Senusha and Matthews had come from somewhere, so we were all in the driveway waiting. That's when I first knew who Matthew Ampatu, even though I knew who the person was, and I knew his face. And little did I expect that in a relatively short period of 5 years since I met him, we would be talking about him in the past tense. Actually, I was traveling this week on work, and I was just thinking about a few days ago that, hey, the year is coming to a close, and we can close it up without anybody passing away from our church. And then when I saw Achan's message the morning Matthews passed away, I started wondering why God would let such a thing happen. I still don't have an answer, except trusting that God knows best what He's doing, and nothing happens without His knowledge, and for a reason only He knows. So I started reflecting on Matthew Ampatu. On April 16, 2018, actually he sent a message to me and our former vicar, Alex K. Chakwachan, who was about to leave back for India, saying that he was going to go through surgery on April 18th, and he was asking for prayers. And then we kept in touch. So during that period, I had a lot of message exchanges, talking, etc. with him, and then a few things I wanted to just mention. 4 characteristics really, in no particular order. One is living the faith. The most effective way of being a Christian is to not shout your faith from a podium, or jumping up and down, but it's really, living your
That's the most effective way for most people. And Matthew's really embodied that and lived a life that showed his faith. I saw him actually in the church bathroom last Sunday. And I used to, for some reason, I used to see him in the bathroom all the time. I used to go there too often, or he used to go there too often. I don't know which one, but we always ran into each other there. And that day, for some reason, something didn't seem right. I came out and asked one of my, younger friends, Lalu, hey, can you go check on Matthew? Something doesn't seem right. And Lalu went and checked on him, and as is his custom, Matthew said there's nothing wrong. I'm just feeling a little bit weak. So Lalu came and told me that. And then later on, we went to his house for caroling, and there he was greeting everyone and wishing everyone Merry Christmas. And next day I went on a business trip, so that's the last I saw of him. But despite what he was going through, he always lived his faith. He supported the church and God's activities to the very end. He absolutely reflected God's words of, when I'm weak, I'm strong. Next, I want to talk about his grace. He was at the church pretty much, if not every Sunday. He never blamed God and used any excuse to stay away from church, even though he could. I don't know whether it was a coincidence, but like I said, I used to run into him in the bathroom every Sunday, so we used to talk pretty much every Sunday. Then I would ask him how he was doing, and he would always say, hey, nothing is wrong, I'm good. And after a few weeks, I stopped asking him. He would take Holy Communion every Sunday, and I want to say, it was an absolute joy to watch Aaron going with his dad to communion. Many folks who get physically affected don't want to be seen in public, and here was a man who not only came pretty much every Sunday, but took Holy Communion always. Next is compassion. When we planned the first communion, Matthew sent me a message saying he wanted Aaron to take first communion. One day I was at the airport, actually when he called me and said he didn't know whether he could make it through the service. But he didn't want any special treatment or exceptions. So I told him, it's our job to take care of this. And we will do whatever we need to do to take care of this. And I called James McIntyre, English lady there, who I want to thank him for managing all the details. Because I told him, even if we have to put a chair behind you, we will put it and let you go through it. And John Kuchman, I still remember, I came and asked him, hey, can you just make sure Matthew Ampatu can get through this service? And he sat with them and took care of the service and made sure Aaron got through it. And also, the point I want to make is, even in those stages, he was always thinking about others and not about himself, because he did not want to inconvenience anyone. The other part the last point I want to say is humility. One of the first things that everybody talks about is where you work, what your job is, etc. And I really didn't know what he did or what his job was. I think it was last week or so, I asked my wife Susie, hey, what is his work? And she said he's a pharmacist. There are not that many pharmacists. And he could have gone around saying I'm a pharmacist. But he led by example in humility. To his immediate family, Sanusha, his wife, son Aaron and daughter Anna, sisters, parents, and others, we are sorry for your loss. As Christians, we really believe he's in a better place now, but it is still tough. And if there's anything we can do as a church to help you get through the tough time, please don't hesitate to let us know. Whether it's food or rides or time or money or anything else, nothing is too big or small for the church family to help and support you. As the saying goes, it takes a village to raise a child, and similarly the church will take care of its family. To Aaron especially, you've set a remarkable example of showing your love for your dad by shadowing him always. Coming at such a young age, it was an amazing display of compassion and commitment. And I want to say, you're a remarkable young man. As I wind down, let me summarize by saying that Matthew was a living example of commitment to God, humility, and compassion, and we're all going to miss him tremendously. He walked the walk and never wavered from his principles that defined the person who he was. And on behalf of our church, Sehion MTC family,
each and every one of us. We are proud to be associated with him and share the grief with the family over the loss. We are going to miss him, miss having him around. Thank you, everyone. Next, I'll call Karen Garland for saying something on behalf of the senior citizens. My God, it's too hard. I never thought I had to stand here today. If anybody don't know my name is Abraham, and I am representing the Sehion seniors, also known as Sehion stars. Saying something at someone's funeral is the most difficult things to do. It is more difficult when it is a loved one, much younger, and a church member. To be honest with you, I don't know what to say right now. Anyway, we are gathered here today to honor the life of our dear Mathew Ampatu, who was called home by our Heavenly Father. It was a privilege for me to know him and his family very closely for the last 2 years, especially this year when he goes through the treatments, because I went through the same situation and same type of disease and treatments earlier in my life. When I think about dear Ampatu, the first Bible verse coming into my mind is Psalm 116 verses 15, and it says, "Precious is the sight of the Lord, is the death of his saints." തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണ്. To us, death never seems, under any circumstance, is a precious thing. We think death as an enemy. We think of death in terms of a loss. But because our dear Ampatu had a close relationship with Jesus Christ, which he established by his strong faith, his death was precious in the sight of the Lord and Jesus. I would like to take this opportunity to tell what I remember most about our dear Ampatu. When I think of him, first I think of his tremendous courage. This year, he has courageously fought the disease that finally took his life. He never had a single word of complaint. I know that his only regret would be had to leave his family and all of us. The second thing that I think of our dear Ampatu is his great spirit. He always seemed to be one of those people who had a smile for everyone. Even after the chemo, radiation, surgery, then again chemo, he kept on smiling. His smile always shows us the peaceful, great glory
and spirit. The third thing that I think about Ampatu is his sincere faith. His sincere faith. We have to appreciate his faith. He loved his Lord. He loved his church. He loved all the members of the church. Last but not least, his assurance for the life. His assurance for the life was very great. He had no doubt that he fought a good fight and finished his race. I am sure he kept a strong faith too. Again, the death of a believer like our dear Ampatu is precious because it releases us from pain and suffering, and also it provides an entrance into the heaven and find rest and peace in the presence of Heavenly Father. We all must meet death sometime in future. Someday, each of us will face our final hour. Nothing will be more important than that the ability to say, I am ready, I am ready. I know that our dear Ampatu was ready. To me, he was a little brother to me than a church friend. We talked almost every Friday night during the year about his sickness. We text each other many times, and still that is in my phone. We even talked last Friday night, and for the first time he said, Uncle, I'm not feeling good. Uncle, I'm not feeling good. I know at that moment he was more than ready. He was more than ready. He left me with a footprint in my heart. I am sure I will meet him again in heaven. Let me close. So on behalf of Sehion seniors, I want to say a sincere condolence to dear Sanusha, kids Aaron and Anna, and especially for his parents. It's too hard. And his loving sisters in India, from the bottom of my heart. May our God bless you all with a heavenly peace. There is a famous quote that it says, I am sure our dear Ampatu wants to say to us all right now. It goes like this. Don't grieve for me. Don't grieve for me. For now I am free. I am following the path God said to me, God laid for me. I took his hand when I heard him call. God wanted me now. He set me free. Thanks very much. Thank you, Mr. K. Garland, and now I'll request Philip Mathew or Shaji to represent our Allen area prayer group. Mathew Ampatu Wake
പ്രിയം വെച്ച ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് തൻ്റെ പ്രിയനെ പിടിച്ചെത്തിച്ചേരുവാൻ പ്രിയ മാത്യു സമ്പത്ത് നമ്മളെ വിട്ട് കടന്നുപോയി. ഒരു തോട്ടക്കാരനെ എപ്പോഴും ആഗ്രഹിക്കുന്നത് അവനെ പ്രിയം വെച്ചാണ്, അവന് ഏറ്റവും ഇഷ്ടമുള്ള പൂവ് പറിച്ചെടുക്കാനാണ്. ദൈവത്തിന് മാത്യൂസിനോട് ഇഷ്ടം തോന്നി. മാത്യൂസിനെ നമ്മളിൽ നിന്ന് ദൈവം എടുത്തു. മാത്യൂസിൻ്റെ ധന്യമായ ജീവിതത്തെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. പലപ്പോഴും നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ പല പ്രയാസഘട്ടങ്ങൾ കടന്നു വരുമ്പോൾ നമ്മളൊക്കെ ചോദിക്കും എന്തുകൊണ്ടേ. പലപ്പോഴും നമുക്ക് ആ ചോദ്യത്തിന് മറുപടി കൊടുക്കാൻ സാധിക്കാൻ പറ്റുകയില്ല. ക്രൂശിൽ കിടന്ന യേശു പോലും എൻ്റെ പിതാവേ നീ എന്നെ കൈവിട്ടുവോ എന്ന് ചോദിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. എന്നാൽ മാത്യൂസ് മരിക്കുന്നതിന് മുമ്പ് സനുഷയും ഞങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. എല്ലാത്തിനും നമുക്ക് മറുപടി പറയാൻ സാധിക്കില്ല. എന്നാൽ ഞങ്ങൾ ഏതാണ്ട് 10 മണിയായപ്പോൾ സനുഷ ഞാനോട് വിളിച്ച് മാത്യൂസിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഉടനെ ഞങ്ങളെ വിളിച്ചവരെ അറിയിച്ചു. ഞങ്ങൾ ഉടനെ കുഞ്ഞുങ്ങളെയും കളക്ട് ചെയ്തുകൊണ്ട് ഹോസ്പിറ്റലിൽ ചെന്നു. ഡോക്ടർ അപ്പോൾ തന്നെ ഞങ്ങളോട് പറഞ്ഞു സ്ത്രീ വളരെ മോശമാണ്. എന്നാൽ ഡോക്ടർക്ക് അവര് ഏതാണ്ട് 3 മണിക്കൂറോളം വളരെ കഠിന പ്രയത്നം ചെയ്തു. പല പ്രാവശ്യം CPR കൊടുത്തു, പല മരുന്നുകൾ കൊടുത്തു. എന്നാൽ ആരെങ്കിലും ഒരു മറുപടി കൊടുക്കുവാൻ ഒരു പെർമിഷൻ കൊടുക്കുവാൻ ഡോക്ടർ ചോദിച്ചപ്പോൾ സനുഷ ജയജന സമ്മതിക്കില്ല. എൻ്റെ അച്ചാച്ചൻ എനിക്ക് തിരിച്ചു വേണം. എന്നാൽ ഉത്തരവാദിത്തപ്പെട്ട വേറെ ആരുണ്ടെന്ന് നോക്കിയപ്പോൾ മാത്യൂസിന്റെ സിസ്റ്റർ ഒരു ഡോക്ടറാണ്. പ്രിയ സഹോദരിയെ ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു എൻ്റെ കുഞ്ഞാങ്ങളെ എന്ത് വില കൊടുത്തും എനിക്ക് തിരിച്ചു തരണം. ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഡോക്ടറല്ലേ, ഈ ഡോക്ടറോട് സംസാരിക്കണം. ഡോക്ടറോട് സംസാരിച്ചു. ഒരു രക്ഷയില്ല. അവസാനം ഡോക്ടർ ഡിസിഷൻ എടുത്തു. അടുത്ത CPR കൂടെയാണ് പോയത്. അത് കഴിഞ്ഞ് വലിയ ട്രോഫി. പ്രിയ ദൈവമക്കളെ, സനുഷ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ മറുപടി ഇന്നല്ലേ നാളെ ലഭിക്കും. തീർച്ചയായിട്ടും എനിക്ക് യാതൊരു സംശയമില്ല. ഒരിക്കലും സനുഷ ഒറ്റയ്ക്കല്ല. മാത്യൂസ് തന്റെ പ്രിയവശ കർത്താവിന്റെ സന്നിധിയിലേക്കാണ് കടന്നു പോയിരിക്കുന്നത്. എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടാണ് കടന്നു പോയിരിക്കുന്നത്. നിങ്ങൾക്കറിയുമോ, ഈ ന്യൂ ഇയറിന്റെ മാത്യൂസ് ഈ പള്ളിയിൽ ടെസ്റ്റിമോണി പറയാൻ ആഗ്രഹിച്ചതാണ്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് മാത്യൂസും കുടുംബവും അനുഭവിച്ച ചില പ്രയാസഘട്ടങ്ങളെ മാത്യൂസിന് ജനങ്ങൾ സ്വന്തം ഇടവകയിൽ വന്ന് സാക്ഷ്യം പറയുവാൻ പല കാര്യങ്ങളുണ്ടായിരുന്നു. ഏപ്രിൽ മാസത്തിൽ ഏതാണ്ട് 5 സർജറികളാണ്. ഏറ്റവും അവസാനം നടന്ന സർജറി ഒരു റോബോട്ടിക് സർജറി ആയിരുന്നു. ഹാർട്ടിലേക്കുള്ള ഒരു മെയിൻ വാൽവ് കട്ടായി ഹെവി ബ്ലീഡിംഗ് ആയിട്ട് വീണ്ടും ഒരു സർജറി ചെയ്യേണ്ടി വന്നു. ഈ സമയത്തൊക്കെ മാത്യൂസ് നമ്മളെ വിട്ട് കടന്നു പോകാനുള്ള സാഹചര്യങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ 7 മാസം കൊണ്ട് മാത്യൂസിന്റെ സനുഷയെ ബിൽഡപ്പ് ചെയ്യുവാനും കുഞ്ഞുങ്ങളെ ബിൽഡപ്പ് ചെയ്യാനും ഒക്കെ മാത്യൂസ് സഹായിച്ചു എന്നുള്ളത് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഞങ്ങള് ഓൺലൈനായിട്ട് മാത്യൂസ് സിക്കായ മെയ് മാസം മുതൽ ഞങ്ങൾ കൊയറിന്റെ വകയായിട്ട് ഒരു ഓൺലൈൻ പ്രയർ സ്റ്റാർട്ട് ചെയ്തു. ആ പ്രയർ മാത്യൂസിന് സൗഖ്യത്തിന് വേണ്ടിയാണ് സ്റ്റാർട്ട് ചെയ്തത്. അച്ഛനും കൊച്ചമ്മയും കൂടാതെ കൊയറിലുള്ള 10-12 ദൈവമക്കള് വളരെ ആത്മാർത്ഥമായിട്ട് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. എന്നാൽ ഈ ഓൺലൈനിലെ മെയിൽ തുടങ്ങിയ ഓൺലൈൻ പ്രയർ ഇന്നുവരെ നിന്നു പോകാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു. എന്നാൽ ഈ ഓൺലൈൻ പ്രയറിൽ ആദ്യം കയറുന്ന വ്യക്തി മാത്യൂസാണ്. മാത്യൂസ് എല്ലാ ചൊവ്വാഴ്ചയും മാത്യൂസ് ഓൾറൈറ്റ് ചൊവ്വാഴ്ച കീമോ എടുക്കുന്ന വ്യക്തിയാണ്. എങ്കിൽ പോലും മാത്യൂസിന് വയ്യായെങ്കിൽ മാത്യൂസ് ഞങ്ങളുടെയൊക്കെ ശബ്ദം കേൾക്കുവാനും ഞങ്ങൾ മാത്യൂസിനെ സ്നേഹിക്കുന്ന എപ്രകാരമാണെന്ന് മനസ്സിലാക്കാനും അതിൽ സന്തോഷവും സമാധാനം കണ്ടെത്തിയ ഒരു വ്യക്തിയായിരുന്നു മാത്യൂസ്. കഴിഞ്ഞ ദിവസം കുറച്ച് 3-4 മാസം മുമ്പ് മോൻസി മാത്യൂസിനെ കണ്ടു പറഞ്ഞു, മാത്യൂസെ കൊയറിൽ വരണം. അപ്പോൾ മാത്യൂസ് പറഞ്ഞു, എനിക്കിഷ്ടമാണ്, എനിക്ക് എത്ര നാൾ ആയുസുണ്ടെന്ന് അറിയില്ല, അത്രയും നാൾ സന്തോഷമായിട്ട് ജീവിക്കണമെന്ന് എൻ്റെ ആഗ്രഹം. അതനുസരിച്ച് 2 ആഴ്ചയ്ക്ക് മുമ്പ് നമ്മുടെ കൊയറിൽ മാത്യൂസ് അച്ഛനോട് പെർമിഷൻ ചോദിച്ചു. അച്ഛൻ ഇവിടെ വന്ന് മാത്യൂസിന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. മാത്യൂസ് ഞങ്ങളോടൊപ്പം പാടി. ഞങ്ങൾക്കെല്ലാവർക്കും വളരെ സന്തോഷമായിരുന്നു. എന്നാൽ മാത്യൂസ് ഇത്ര പെട്ടെന്ന് നമ്മളെ
leaders who represent you within SOK. Respected Achin, Sanusha, Aaron, Anna, and all who are here to say goodbye to early Ampatu. Matthews, അല്ലെങ്കിൽ അമ്പാട്ട് എന്ന് ഞങ്ങൾ വിളിക്കുന്ന ശാന്തനായ നിഷ്കളങ്കനായ ഒരു ദൈവസ്നേഹിയെ കണ്ടുമുട്ടുവാൻ അറിയുവാൻ സാധിച്ചതിൽ ദൈവത്തോട് വളരെയധികം നന്ദിയുണ്ട്. എന്തിന് ഇത്രയും ശാന്തനായ ഒരു മനുഷ്യന് ഇത്രയും സഹിക്കേണ്ടി വന്നു എന്ന് അമ്പാട്ട് തന്നെ ദൈവത്തോട് ഇപ്പോൾ ചോദിച്ചിരിക്കുക. അതിന് നമ്മുടെ കർത്താവ് ശാന്തമായ ഒരു ചിരിയിൽ ഉത്തരവും നൽകിയിട്ടുണ്ടാകും. എല്ലാം ശാന്തമായ ഒരു ചിരിയിൽ ഒതുക്കുന്ന അമ്പാട്ടെന്ന വ്യക്തിയെ കൂടുതൽ അറിയുവാൻ സാധിച്ച ഞങ്ങൾ എല്ലാവരും കൂടെ പോയ മെക്സിക്കോ മിഷൻ ട്രിപ്പിൽ കൂടിയാണ്. സാധാരണ ഒരു ഗ്രൂപ്പ് ട്രിപ്പ് പോകുമ്പോൾ കഴിവതും നമ്മൾ ആരെയും ഉറങ്ങാൻ സമ്മതിക്കാറില്ല. ഇവിടെയും അത് തന്നെ. ഞങ്ങൾ ഇങ്ങനെ കലവില നോൺ സ്റ്റോപ്പ് വർത്തമാനം തന്നെ. ബട്ട് അമ്പാട്ട് ഇതാ വെട്ടിയിട്ട വാഴ പോലെ ഉറങ്ങാം. ചേട്ടാ ഇതങ്ങനെ വിട്ടാൻ പറ്റില്ല. അമ്പാട്ടിനോട് ചോദിച്ചപ്പോൾ കിട്ടിയ ഉത്തരം ഇനി സുനാമി വന്നാലും അമ്പാട്ട് അറിയില്ല. അത്രയ്ക്ക് ഇഷ്ടമാണ് ഉറങ്ങാനെന്ന്. During that trip, he talked about his wonderful college days in Manipur and how he came to US and all. As YS, we are so grateful for his presence at all YS functions, especially our annual YS picnic. As usual, he just sat there with a gentle smile, taking it all in. പരിഭവങ്ങളില്ലാതെ ആരുടെയും സിമ്പതി വേണ്ടാത്ത അഭിമാനിയായ പരോപകാരിയായ അമ്പാട്ട്. ചർച്ചയിലെ എന്ത് കാര്യത്തിനും അമ്പാട്ടിന്റെ സഹായഹസ്തങ്ങൾ വളരെ അനുഭവിച്ചതാണ് സെഹിയോൻ മാർത്തോമ. അമ്പാട്ട് ഇവിടൊക്കെ തന്നെയുണ്ട്. പള്ളിയിൽ വന്ന ആദ്യകാലങ്ങളിൽ അവിടെ മൂന്നാമത്തെ ബെഞ്ചിൽ സനുഷൻ കുഞ്ഞുങ്ങളുമായിട്ടിരുന്ന അമ്പാട്ട്. പിന്നെ അസുഖമായപ്പോൾ ആരെയും ബുദ്ധിമുട്ടിക്കാതെ ആരുടെയും സിമ്പതി വേണ്ടാതെ അവിടെ ഏറ്റവും റൈറ്റ് സൈഡിൽ 5-6 ബെഞ്ചിലിരിക്കുന്ന അമ്പാട്ട്. അല്ലെങ്കിൽ ഞങ്ങളുടെ പോയകൾ രഞ്ജി ടിമ്പിളിന്റെ അടുത്ത് വന്നിരിക്കുന്ന അമ്പാട്ട്. അങ്ങനെയൊക്കെ വിശ്വസിക്കാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം. We are not weeping because Ampatu is now resting in God's presence, but rather we weep because we love this kind and tender hero who persevered through pain and suffering, who fought and defeated this dreadful disease called cancer, and it was called unexpectedly. To Sanusha, Aaron, and Anna, and our doors are open for you guys 24/7. Please continue your father's legacy by welcoming us into your lives. Thank you. Thank you, Anne. Next, I request Rajesh Jacob representing Sunday School. Sehion Sunday School. First of all, I'd like to extend my heartfelt condolences to immediate family, friends, and colleagues. At the end of every day, as he rests from his labors, every man asks himself, have I made my spouse and children happy and proud? Did I make their worlds at least a little better? Did I impact the world in any way and make it better? Ever a caring husband and father, this is the way that Matthew Ampatu lived his life. In his quiet, simple way, he made a deep impact in the world around him. When I heard of
moment and all will be as it was before. How we shall laugh at the trouble of parting when we meet again. Sanusha, Aaron, and Anna, know that your husband and father is with our Father in heaven, looking down at you, celebrating his son Jesus' birth with you. Also know that you have the support of the Sehion Sunday School, its officers, and all its teachers for anything you need. May God bless you and give you comfort. Thank you. Thank you, Rajesh. Next, I request Matt Jacob to represent the choir. Mathew Ampatu, we miss you. We gather here tonight to celebrate the life of Mathew Ampatu. He's one of our most committed members of our choir. It is going to be some things that I would like to share with you that really touch all our hearts. I'm Matthew, I'm the choir director and the organist. There are so many favorite stories and memories that we can share with you. Perhaps one of the most important, perhaps one of the most touchiest of all is that last year when we had the opportunity to sing in the Cloud television, he was with us. In fact, he was with us last 2 weeks ago, sitting right behind us. And I was the last one to leave, and when I saw him, he was just too tired to lay down, so I didn't want to bother him. I just let it go. And he sang for us the bass part of the music. I just want to say his core values that he has. Just want to share what we know after speaking with our choir members as well. One of the most important things that we learned from him, and he's taught us, is how to be polite. Throughout all these times, we never had, we never had a time that he showed any, always respectful and polite, number one. Number two, we can share with you is his kindness. And you know, I know that. I was going through Walmart and Kroger and some of the news clips that I was going through, and I knew that he was a transformational pharmacist, not a transactional one. And I'll give you an example of that. He made so many people happy, and in responding to a very serious question, guess what? He said, "What do you do with your patients?" And here's what he said to make them happy. Here's what he said: "I love my patients, quote, the glow in my patients' eyes, their smiles, and their expression of gratitude. That is very exciting to me." Third thing is we all share his smile. As you know, all the clips behind me, and you know, you see, he's always smiling. And smiling, someone said, is contagious. He taught us how to smile. And now he is smiling in God's hands. And we are crying because we missed his smile. God spoke to us in different languages. In some instance, I can remember that if you look behind me, you'll see those numbers. So he'll sit in the back and he will say something and no one understands what he's saying. Actually, he was helping our choir to flip the pages correctly. No one understood what he was saying. Do you want to guess what he was saying? He was saying numbers in Arabic.
So he was saying the hymn numbers in different language, and he spoke well. Now it's time to say farewell to Mathew Ampatu. And I know Aaron, he's also with us singing in our choir, and we appreciate that as well. We miss you. And your core values, like I said, will stay with us forever. Your politeness, kindness, smile, and service to others, especially this school year, what you did toward other people, his patience. You sang with us last year, and we miss you now. We know for sure that you will join in the next Christmas when our Lord returns. Next is Regium and Verdes, Parish Mission, and following that would be Alice with us for Sehion. And we're about 15-20 minutes behind schedule, so I'm going to ask people to speed up. അതിനുവേണ്ടി നമ്മൾ ഈ ലോകത്തിൽ
എക്സലൻസ് ഇൻ പേഷ്യൻസ് കെയർ അവാർഡ് ജേതാവായി ജോലി ചെയ്യുവാനും നല്ല സാക്ഷ്യമുള്ള ഒരു ജീവിതം നയിക്കുവാനും മറ്റുള്ളവർക്ക് സഹായമായി ജീവിക്കുവാനും പകർന്നു കൊടുക്കുവാനും ഒക്കെയും ദൈവം അമ്പാട്ടിന് നല്ല അവസരം കൊടുത്തു. എത്ര പ്രത്യാശയോടെയാണ് സിക്കായിരുന്നിട്ടും എന്നും ചർച്ചിൽ വരികയും ഇത്രയും ദൂരെ ഡ്രൈവ് ചെയ്ത് വന്ന് ചിലപ്പോൾ അരമണിക്കൂറേ ഇരിക്കത്തുള്ളായിരിക്കും എങ്കിൽ തന്നെയും വലിയ പ്രത്യാശയോടെ ദൈവസ്ഥിതിയിൽ ഇരിക്കുവാൻ ആശിച്ചിരുന്നു. സുഖമാണോ അമ്പാട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലും ഒരു പരാതിയില്ലാതെ മുഖത്ത് നല്ല പ്രത്യാശയും ചിരിയോടെ പുഞ്ചിരിയോടെ സുഖമായിരിക്കുന്നു എന്ന് പറയും. അമ്പാട്ടിൽ നിന്ന് ലഭിച്ച നല്ല സാക്ഷ്യത്തിനായി ഓർമ്മകൾക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എന്നിൽ വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അങ്ങനെ നമ്മുടെ അമ്പാട്ട് സ്വർഗരാജ്യത്തിന്റെ അവകാശിയായി ആയതിനാൽ നമുക്ക് സ്തോത്രം ചെയ്യാം. ഓരോ മരണവും ജീവിച്ചിരിക്കുന്ന നമ്മൾക്ക് ഒരു ആഹ്വാനമാകട്ടെ ആകുന്നു എന്ന് ഓർക്കേണ്ടതാണ്. തുടർന്നുള്ള ജീവിതയാത്രയിൽ സനുഷയ്ക്കും കുഞ്ഞുങ്ങൾക്കും ജീവിക്കുവാൻ പ്രിയ അമ്പാട്ടിന്റെ നല്ല നന്മ നിറഞ്ഞ ഓർമ്മകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയ അമ്പാട്ടിന് അനുഗ്രഹമായ യാത്രയും അനുശോചനവും സേവ്യ സംഘത്തിന്റെയും എന്റെയും ഞങ്ങളുടെ കുടുംബത്തിന്റെയും പേരിൽ അർപ്പിച്ചുകൊണ്ട് വിരമിക്കുന്നു. God bless you. Thank you, Alice. Now I'll request our English lay reader James Mathew to read the second lesson on the English Bible reading. The second reading is taken from the first epistle of Paul to the Thessalonians, chapter 4, verses 13 to 17. 1 Thessalonians, chapter 4, verses 13 to 17. Brothers and sisters, we do not want you to be uninformed about those who sleep in death, so that you do not grieve like the rest of mankind who have no hope. For we believe that Jesus died and rose again, and so we believe that God will bring with Jesus those who have fallen asleep in him. According to the Lord's word, we tell you that we who are still alive, who are left until the coming of the Lord, will certainly not precede those who have fallen asleep. For the Lord himself will come down from heaven with a loud command, with the voice of the archangel, and with the trumpet call of God, and the dead in Christ will rise first. After that, we who are still alive and are left will be caught up together with them in the clouds to meet the Lord in the air, and so we will be with the Lord forever. Here ends the second reading. Thank you, James. We will go into the family condolences section. I would request Reverend Daniel Thomas, first cousin of Matthew Ampatu, to come forward. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ കൊച്ചുമോനെ മാതാപിതാക്കന്മാർ, സനുഷയുടെ മാതാപിതാക്കന്മാർ, ഞങ്ങളുടെ കുടുംബത്തിൽ സഹോദരി സഹോദരന്മാർ, ഞങ്ങളെ ആശ്വസിപ്പിക്കുവാൻ കൂടി വന്നിരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ലഭിച്ച സമയത്തിനുള്ളിൽ ഞാൻ എൻ്റെ വാക്കുകൾ വിരമിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. എങ്കിലും പ്രത്യാശയുടെ ഒരു പാട്ടിൻ്റെ ഒരു അടി പാടുവാൻ ഞാൻ കർത്താവ് ആശിക്കുന്നു. ഒരു നാൾ നശ്വരലോകം വിട്ടു പിരിയും നാം അതിവേഗം. ഒരു നാൾ നശ്വരലോകം വിട്ടു പിരിയും നാം അതിവേഗം. അങ്ങേ കരയിൽ നിന്ന് നാം നേടിയതെന്തും അറിയും.
അപ്പച്ചൻ്റെ ഏറ്റവും ഇളയ മകനാണ്. കഴിഞ്ഞ 2000 മുതൽ അതിലുപരിയായി വളരെ ക്ലോസ് ആയിട്ട് എനിക്കറിയാം. എനിക്കൊരു കോൾ ഒരു ദിവസം രാത്രിയിൽ ഞാൻ മൊബൈലിൽ നിന്ന് വിളിച്ചു. എന്നെ വിളിച്ചു ചോദിക്കുകയാണെങ്കിലെ എനിക്ക് അങ്ങോട്ട് വരുവാനൊരു ചാൻസ് ഉണ്ട്. ഞാൻ വന്നാൽ എനിക്ക് താമസിക്കുവാനൊരു ഇടമുണ്ട്. എന്നെ താമസിപ്പിക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, കൊച്ചുവരെന്താ അങ്ങനെ ചോദിക്കുന്നത്? അതെനിക്കൊരു ചാൻസ് ഉണ്ട്, എനിക്ക് താമസിപ്പിക്കാൻ ആരുമില്ല, അല്ലെങ്കിൽ അതിനൊരു ഇടമില്ല, ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കടന്നു വരാൻ പറഞ്ഞു. അങ്ങനെ വന്ന് എൻ്റെ കൂടെ 1 വർഷത്തോളം താമസിക്കുവാൻ. ഞാൻ പറയട്ടെ, ഈ അവനക്കാരനൊരു വീട്ടിൽ താമസിച്ചിട്ട് അദ്ദേഹം അവിടെ ഉണ്ടോയെന്ന് പോലും പോയി അന്വേഷിക്കേണ്ടതായ സമയങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ വളരെ സ്നേഹത്തോട്, വളരെ ഭവ്യതയോട് നമ്മൾ പറഞ്ഞ വാക്കുകൾ ഇനി ഞാൻ ആവർത്തിക്കുന്നില്ല. എന്നാൽ ഞാനൊരു ചോദ്യം ഇവിടെ നിന്ന് എനിക്ക് വന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ 32, 49, 50, 43 ഇങ്ങനെ വയസ്സുള്ള പ്രിയപ്പെട്ടവരെ ദൈവം ഈ കഴിഞ്ഞ കാലങ്ങളിൽ അല്ലെങ്കിൽ ഒരു 5-10 വർഷത്തിനുള്ളിൽ ദൈവസന്നിധിയിൽ വിളിക്കുവാനിടയായിരുന്നു. ദൈവവചനത്തിലൊരു വാക്യമുണ്ട്. ഞാൻ ഒത്തിരി പറഞ്ഞിട്ട് കാര്യമില്ല, ലഭിച്ച സമയത്ത് നിർത്തണമല്ലോ. ഇവിടെ ഇപ്പോൾ ആ കർത്താവിന്റെ ദാസൻ വായിച്ച വേദഭാഗത്ത് 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്. പറഞ്ഞു, ക്രിസ്തുവിൽ മരിച്ചവർ മുൻപ് ഉയർത്തെഴുന്നേൽക്കും. ക്രിസ്തുവിൽ മരിക്കണമെങ്കിൽ ക്രിസ്തുവിൽ ജനിക്കണം. ഈ പ്രിയ സഹോദരൻ ക്രിസ്തുവിൽ ജനിക്കുവാൻ ഇടയായതിന് സാക്ഷി ഞാനാണ്. അതുപോലെ സാക്ഷിയായ പലരും വിളിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്കൊരു പ്രത്യാശയുണ്ട്. നമ്മുടെ കർത്താവിന്റെ മഹത്വ പ്രതിഷ്ഠതയെ ഈ കൊച്ചുമോനെ വീണ്ടും കാണാൻ പ്രയാസമാണ്. ക്രിസ്തുവിൽ ജനിക്കുവാൻ നാം എന്ത് പറഞ്ഞാലും കൊച്ചുമോൻ കേൾക്കുന്നില്ല. എന്നാൽ ഇവിടെ ഇരിക്കുന്ന അനേകർക്ക് മാതൃകയാക്കത്തക്കതുപോലെ തന്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമായിരുന്നു. ആ അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും മാതൃകയാക്കിയ, ഞാൻ പറയാൻ മരിച്ചെടുത്ത് നമുക്ക് കേൾക്കത്തില്ലെങ്കിലും ജീവിച്ചിരിക്കുന്നവർ ചിലർക്ക് കേൾക്കുവാൻ ചിലതിടയായിത്തീരും. ഇന്ന് പകൽക്കാലം പ്രത്യേക ഈ ചർച്ചിലുള്ള ദൈവമക്കൾ, ഞാൻ ഇവിടുന്ന് 800 മൈൽ ദൂരെയാണ് താമസിക്കുന്നത്. പലപ്പോഴും ഫോൺ വിളിച്ച് അവരെ ആശ്വസിപ്പിക്കുവാനോ അവരെ സഹായിക്കുവാനോ കഴിഞ്ഞിട്ടുള്ളൂ. പ്രത്യേക ആവശ്യങ്ങൾ കടന്നു സഹകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ ആ കുടുംബത്തോട് കാണിച്ച എല്ലാ സ്നേഹാദരങ്ങൾക്കും ഓട്ടോതാക്സ് പറയുന്നുണ്ടെങ്കിൽ പോലും ഞാൻ ഒരു പ്രാവശ്യം നന്ദി അറിയിക്കുന്നു. വീണ്ടും കാണാമെന്നുള്ള സ്വർഗീയ പ്രത്യാശ, ദൈവവചനത്തിന്റെ നിവർത്തി പ്രിയ കൊച്ചുമോനിൽ നിറവേറും എന്നുള്ള വിശ്വാസത്തോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ വരവേൽക്കുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. Thank you, Reverend Daniel Thomas.
He was a good Christian and a believer. When I visited him in Tennessee, before he moved over here, he told me that I'm tired of this place because there's no Indian community or there are no people that I can go out and have fellowship with in our church like the way we used to back in Kuwait. And he said he was thinking of considering moving to Dallas because he knew there were a lot of Marthoma churches over here. And I told him he should definitely consider that in moving to Dallas. And ever since he moved to Dallas back in 2013, he had been an active member here at the Sehion Marthoma Church. He had a gentle spirit and he loved everyone, and he showed great compassion in his career. He would always go out of his way to help anyone, and that really explained why he always was awarded one of the best pharmacists at the places that he worked. He never saw his job as a career, but as a passion. And to Sanusha, Aaron, and Anna, all I've got to say is, like in Philippians chapter 4, verse 7 says, "The peace of God which transcends all understanding will guard your heart and your minds in Christ Jesus." Today, we're here to celebrate his life. It is best remembering the best of times and not the sad ones. Once again, let us remember the good times we've had shared with Matthews, for I know for sure he would not want us to be sad. It is hard for me to believe you're gone, but I know you're a better place with the Heavenly Father. I will miss you, my brother. Thank you, Matt. And next I'll request Reverend John George to come forward. Blessed be the name of the Lord. I consider this as a great privilege to stand here to express my heartfelt condolences to our beloved Sehion and the children. I had the greatest opportunity to know Matthew and the family since 2011 while they were living in Nashville, Tennessee. We had a very close relation, and I praise the Lord for giving me the strength to keep the relationship. That is why I am here this evening. In fact, I came back from India Thursday night, and when I was heard that Matthew passed away, it was my sincere desire to come to Dallas and attend this service. If I knew that his body was going to be buried in India, I would have stayed there a few more days. But God has a plan for everything. I am so thankful to the Lord. During our years in Tennessee, I had the greatest privilege for helping Matthew and Sanusha to know the Lord in a better way. And I had the humble privilege of baptizing Matthew and Sanusha while they were in Nashville, Tennessee. And ever since, we have kept a close relations in every situations that they were going through, except for the last 1 year. Most of the time I was in India in the mission fields
So I couldn't kept a close relation the last 1 year, even though I knew that Matthew was going through a very tough time. I don't have much words to say. അപ്പോസ്തലനായ പൗലോസ് പറയുന്നൊരു വാക്ക് ഞാൻ ഈ തരുണത്തിൽ ഓർക്കുകയാണ്. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരുന്നാൽ ഞാൻ സകല മനുഷ്യരിലും അരിഷ്ടനത്രേ. I know Matthew had a blessed hope. Even though he was going through the midst of dark times, he had a blessed hope. ഭക്തനായ ഒരു മനുഷ്യൻ പറഞ്ഞ ഒരു വാക്ക് ഓർത്തുകൊണ്ട് ഞാൻ ഇരിക്കുകയാണ്. There are two kinds of ends in the life of a man, in the life of a person. One is he ends without hope, and the other one is hope without end. I have the greatest hope that I will see Matthew on the other side of the shore. That is where the hope doesn't end, and that is where the everlasting hope is. May the Lord comfort Sanusha, Aaron, Anna, and his sisters and families back in India, and all our beloved ones in this parish. May God bless you, and may God comfort you. Yes, so next. The choir will sing Matthew's favorite song. I think it's all-time favorite. There'll be a viewing for 15 minutes. My request to people is to please follow the guidelines of the ushers. They will guide you, how to go around to do the viewing. Okay. So we're 30 minutes behind schedule, so we will do it for 15 minutes. But if the line gets shorter, we'll cut it short. But let's go ahead.
been a rock for the family, faith and support. It's been him, despite everything else going through, settling down in a new country, all that. He was there. When he texted me, he was at the hospital at 1:45 in the morning. So I do want to just acknowledge that he's been involved. He knows every Sunday he starts the prayer. First name he mentions is Matthew Ampatu. So with that, I'll request our vicar, Reverend Matthew, to deliver the message. And after the message, we'll have family, Aaron and Benjamin, and then we'll have our church service also for 30 minutes. എല്ലാ പരിമിതികളെയും
ജയിച്ചവനായ ദൈവം എന്നെയും നിങ്ങളെയും തുറന്നെടുക്കുന്ന ആ സൊല്യൂഷനുകളിലൂടെയൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ്. ഒരുങ്ങുക. ഈ ലോക ജീവിതത്തിൽ എപ്പോൾ ഈ മരണം കടന്നു വരുമെന്ന് അറിയുവാൻ പറ്റാത്ത സാഹചര്യത്തിൽ ആ ഒരു അനുഭവത്തിന് ദൈവം സൃഷ്ടിച്ച സൃഷ്ടിയെ ആക്കി വച്ചിരിക്കുമ്പോൾ എനിക്ക് നിങ്ങൾക്കും ചോദ്യം ചെയ്യുവാൻ അവകാശം. ഒറ്റ കാര്യം നമുക്ക് ചെയ്യാം, ഒരുങ്ങാം. ഇന്നല്ലെങ്കിൽ നാളെ വരുന്ന വളരെ പരമപ്രധാന സത്യമായ ഈ യാഥാർത്ഥ്യത്തെ വ്യക്തതയോടെ ജീവിതത്തിന്റെ ഭാഗമാക്കിക്കൊണ്ട് ഒരുങ്ങുക. കഴിഞ്ഞ നാളുകളിൽ ലോകത്തിന്റെ ആരംഭ സമയങ്ങളിൽ ആരോടോ ഇങ്ങനെ ചോദിച്ചു എന്നാണ് ഞാൻ കേട്ടത്. വളരെയധികം ശക്തമായ രീതിയിൽ പ്രവർത്തിച്ച അവാർഡുകളൊക്കെ സ്വീകരിച്ചതായ ഫാർമസിസ്റ്റ് ഒരു ചോദ്യം ഇങ്ങനെ ഞാനോട് ചോദിച്ചതായിട്ട് എന്റെ ചെവിയിൽ കേട്ടു. ചന്ദ്രനിൽ പോലും കയറുവാൻ മനുഷ്യന് അവകാശം ലഭിച്ചുവല്ലോ, പിന്നെ എന്തേ ഈ ക്യാൻസർ എന്നുള്ള മഹാരോഗത്തെ നിയന്ത്രിക്കാൻ മനുഷ്യന് തക്കതായ മരുന്നിനെ കണ്ടെത്തുവാൻ സാധിക്കുന്നില്ല? മെയ് മുതൽ ഞാനും ചില ചോദ്യങ്ങൾ അവാർഡിൽ നിന്ന് കേട്ടു. എന്തിന് എന്നോട് ദൈവം ഇത് ചെയ്തു? ആശ്വാസത്തിന്റെ വാക്കുകൾ പറയുമ്പോൾ അദ്ദേഹം ചോദിക്കുമായിരുന്നു, ദൈവമേ എന്തിന് നീ എന്നോട് എന്റെ കുടുംബത്തോട് ഇത് ചെയ്തു? മനുഷ്യൻ എന്നുള്ള നിലയിൽ, ഒരു പുരോഹിതൻ എന്നുള്ള നിലയിലൊന്നും ഇതിന് ശാശ്വതമായ മറുപടി കൊടുക്കുവാനൊന്നും തികവുള്ള അനുഭവമുള്ള ഒരു അച്ഛനല്ല ഞാൻ. എന്നാൽ എന്റെ അറിവിൽ നിന്നുകൊണ്ട്, എന്റെ വിശ്വാസത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ട് എന്നാൽ ആവോളം ഈ പ്രിയ കുടുംബത്തിന് കരുതലും സ്നേഹവും കൊടുക്കുവാൻ, പ്രത്യാശയിൽ ഉറപ്പിച്ചു നിർത്തുവാൻ സാധിച്ചു. എന്നെയും വളരെ സ്വാധീനിച്ചതായ ഒരു വ്യക്തിത്വമാണ് ഈ ചുരുങ്ങിയ മാസം കൊണ്ട് ഈ വ്യക്തിത്വം. കാരണം ദേവാലയത്തിലേക്ക് വരുവാനുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹം, അതിലൊക്കെ ഉപരി എല്ലാത്തിലും ഭാഗമാക്കാനുവാനുള്ള ശ്രദ്ധ. ഞങ്ങൾ കരോൾ റൗണ്ട്സിനായിട്ട് ഇറങ്ങി യാത്ര ചെയ്യുമ്പോൾ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, അച്ഛാ ഞാൻ കരോൾ റൗണ്ട്സിനൊന്ന് വന്നോട്ടെ? അതിനെന്താ പാടില്ല, മറ്റാർക്കെങ്കിലും പ്രയാസം ഉണ്ടാകുമോ? ഒരു പ്രയാസമില്ല. അമ്പാടിന് ആരോഗ്യപരമായ പ്രയാസങ്ങൾ, പ്രശ്നങ്ങളില്ല എങ്കിൽ തീർച്ചയായും വരിക, വന്ന ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുക. അത് കഴിഞ്ഞ താങ്ക്സ്ഗിവിംഗിന്റെ, അതിന് മുന്നേ താങ്ക്സ്ഗിവിംഗിന്റെ ദിവസത്തില് അമ്പാടിനോട് ഞാൻ അങ്ങോട്ട് ചെന്ന് ചോദിച്ചു, പ്രിയ അമ്പാടെ സാക്ഷ്യം പറയുന്നു? അപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛാ ഞാൻ 31st പറയാം. എന്നെ അത് വല്ലാതെ വേദനിപ്പിച്ചു. എനിക്ക് നിങ്ങളോട് ഓർമ്മിപ്പിക്കുവാൻ ഒരു കാര്യവും അവസരങ്ങൾ ലഭിക്കുമ്പോൾ നാളെ എന്ന് വാക്കുവാൻ ജീവനുള്ള നമ്മൾ ആളല്ല. ഒന്നുമല്ല. ഈ ശ്വാസത്തെയും ഈ സ്വരൂപത്തെയും നിലനിർത്തുവാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമല്ല. ദൈവത്തിന്റെ ഇഷ്ടം, ദൈവത്തിന്റെ ഹിതം, ദൈവത്തിന്റെ പദ്ധതി എന്ന് ഓർത്തുകൊണ്ട് ലഭിക്കുന്ന അവസരങ്ങളിലെല്ലാം തന്നെ ദൈവത്തെ സ്തോത്രം പറയുവാൻ, സ്തുതിപ്പാൻ ഉപയോഗിക്കണം. അത് അദ്ദേഹത്തിൻ്റെതായ ഒരു വിഷയമായിരുന്നു. മറ്റും സാധിക്കും. അത് തന്നെയായിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷ. ഈ ഞായറാഴ്ച, കഴിഞ്ഞ ഞായറാഴ്ച റൗണ്ട്സിന് ഭവനം തുറന്ന് കാത്തിരുന്നതായ അവാർഡിനെ കാണുവാൻ സാധിച്ചു. രാവിലെ പ്രഭാതത്തിൽ കുർബാനയ്ക്ക് കയറുന്നതിന് മുമ്പ് എനിക്ക് ഒരു സംശയമുണ്ടായി, അവാർഡ് ഭവനത്തിൽ നിന്ന് വൈകിട്ട് ഉച്ചയ്ക്ക് പോകുവാൻ സാധിക്കുമോ? ഞാനൊന്ന് വിളിച്ചു, ഒന്നര എടുത്തില്ല. കുർബാനയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ റൗണ്ട്സിന് പോകുവാനായിട്ട് രാജേഷിനോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ വീണ്ടും ഞാൻ വിളിച്ചു, അമ്പാടെ ഭവനത്തിലേക്ക് വരണം. അച്ഛാ ഞങ്ങൾ ഭവനമൊരുക്കി അച്ഛനും എന്റെ ഇടവചനങ്ങൾക്കുമായി കാത്തിരിക്കുന്ന അമ്പാട് ഞങ്ങൾക്ക് എല്ലാവർക്കും ചേർന്ന് സന്തോഷിപ്പാൻ സാധിച്ചു. അന്ന് ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, എന്റെ കീമോ എല്ലാം കഴിഞ്ഞു, ഇനി എനിക്കൊരു സ്കാനിങ് ഉണ്ട്, അതിനുശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കും. ചൊവ്വാഴ്ച ഓൺലൈൻ പ്രേയറിൽ കയറുവാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. ചൊവ്വാഴ്ച രാത്രിയിലാണ് ഈ സംഭവം നടക്കുന്നത്. ബുധനാഴ്ച പ്രഭാതത്തിൽ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, നമ്മളാരും എത്ര പെട്ടെന്ന് അമ്പാടി പോകും എന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നാൽ ദൈവത്തിന്റെ ഹിതം, ദൈവത്തിന്റെ ഇഷ്ടം, ദൈവത്തിന്റെ പദ്ധതി ചോദ്യം ചെയ്യുവാൻ നമുക്ക് അവകാശമില്ലല്ലോ. അതുപോലെ തന്നെ കൊയറിലും കയറിയിരുന്നു കാണുവാൻ സാധിച്ചു. 24th എന്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു അദ്ദേഹവും ഇവിടുത്തെ കരോൾ സർവീസിൽ പാടും എന്നുള്ള ഒരു ആഗ്രഹം. ഈ ഇടവകയുടെ ഓരോ കാര്യങ്ങളിലും തന്നാൽ കഴിയുന്ന വിധത്തിൽ പങ്കാളിയായ പ്രിയ പാടിനെ ഓർക്കുന്ന ഈ സമയത്ത് നമുക്കെല്ലാവർക്കും ഒത്തിരി നല്ല ഓർമ്മകൾ തന്നിട്ടുണ്ട്.
സരക്ഷിക്കുന്ന കുഞ്ഞുങ്ങൾക്കും ഇത് നേരിടുന്ന പ്രയാസം എങ്കിലും വചനം അവരെ ബലപ്പെടുത്തും. ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാണ്, ക്രിസ്തുവിൽ മരിച്ചു ഭാഗ്യവാൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ദൈവം ബലപ്പെടുത്തട്ടെ. മനുഷ്യരുടെ വാക്കുകൾ കൊണ്ടൊന്നും ശാശ്വതമായ സമാധാനം ലഭിക്കില്ല. വചനത്തിൽ ആശ്രയിക്കുക, ദൈവത്തിൽ ആശ്രയം കൊള്ളുക. അവൻ ബലപ്പെടുത്തും, അവൻ ശക്തീകരിക്കും. മുന്നോട്ടുള്ള യാത്രയിൽ അവൻ ഒരിക്കലും നിങ്ങളെ തള്ളിക്കളയില്ല. അവൻ നിങ്ങളുടെ കൂടെയുണ്ട്. മുമ്പോട്ട് പോകുവാൻ ദൈവം സഹായിക്കട്ടെ. ഇടവകയിലെ മുൻവികാരിമാരുടെ അനുശോചനവും രേഖപ്പെടുത്തുവാൻ അറിയിച്ചിട്ടുണ്ട്. അവരുടെ എല്ലാവരുടെയും സ്നേഹവും കൂട്ടായ്മയും പ്രാർത്ഥനയും നിങ്ങളോടൊപ്പം ഉണ്ട്. ഇടവകയുടെ എല്ലാ കുടുംബങ്ങളുടെയും സ്നേഹവും സന്തോഷവും നിങ്ങളെ അറിയിക്കുന്നു. ദൈവം ബലപ്പെടുത്തട്ടെ, ദൈവം ശക്തീകരിക്കട്ടെ. നാട്ടിലേക്കുള്ള യാത്രയിലും അവിടെ ചെന്ന് നൽകേണ്ടതായ ശുശ്രൂഷയിലല്ല ദൈവത്തിന്റെ കൃപ കൂടുതലായി അനുഭവിച്ച് തുടർന്നു ദൈവരാജ്യത്തിന്റെ വർദ്ധനവിനായി ജീവിപ്പാൻ നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. ഈ ദിനങ്ങളിൽ ഈ ഭവനവുമായി ബന്ധപ്പെട്ട് നടന്ന ശുശ്രൂഷകളിലും ഇതിന് എൻ്റെ എല്ലാ കാര്യങ്ങളിലും കൂടി നടന്ന എൻ്റെ പ്രിയ ഇടവചനങ്ങളോടും പ്രത്യേകിച്ച് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളോടും ഞാൻ പുതുതായിട്ട് ഇവിടെ വന്ന് ചാർജ് എടുത്തവരാണ്. ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ ക്രമീകരിക്കണം എന്നൊന്നും എനിക്ക് അറിവില്ല. എന്നാൽ ആ കാര്യങ്ങളെല്ലാം ഭംഗിയായി ചിട്ടയോടെ പ്രാർത്ഥനയോടെ ഒരുക്കത്തോടെ ഇടവചനങ്ങളെല്ലാവരും സജീവമായി നിന്ന് ക്രമീകരിക്കുന്നു. ദൈവങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. പരസ്പരം കരുതലും സ്നേഹവും വിശ്വാസവും ഉള്ളവരായി തുടർന്നും ജീവിപ്പാൻ പ്രവർത്തിപ്പാൻ ദൈവം നമ്മളെല്ലാവരെയും എടുത്ത് ഉപകരണം ആകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. Thank you, Arjun, for the wonderful message. Next we'll have Aaron, who is the only son of Matthew Ampatu, and John Pritchman will come and give the word of thanks on behalf of the family as well. After that, we'll have the service and we'll have the final viewing. And then tomorrow, I just want to say that we will have prayer at their house. If you need the address, you can let me know. It's at 5 p.m. tomorrow, Sunday. That'll be the final prayer before they head off to India. So Aaron and John. I would just like to say that my father, he was a very nice man. He always made sure to tell me that he loved me, and he always cheered me up when I feel sad, and he was very close to me. He brought us on vacations to many places like Disney World and Universal, and he taught us the importance of faith and believing in God and being a true believer, and I saw that to the very end, and he really made that mark on me, and he's still teaching me lessons even today, and I really appreciate him and love him so much for that. And he always made sure to tell me that he loves me, and that I also got the chance to tell him that I love him, and I'm really grateful for him being the best dad he could ever be. Thank you. എൻ്റെ പേര് ജോൺ കൊച്ചുമൻ. ഞാൻ സാനിഷ് റിലേറ്റീവ്. മാത്യൂസും ഫാമിലിയും ടെന്നസിയിലായിരുന്ന സമയം മുതൽ ഞാൻ കുടുംബമായി അവിടെ പോയി അവരോടൊപ്പം താമസിക്കുന്നത്, അതുപോലെ അവർ ഞങ്ങളോടൊപ്പം വന്ന് താമസിക്കുന്നതിനൊക്കെ ഉള്ള അവസരങ്ങളുണ്ടായി. ഞങ്ങൾ തിരിച്ചു പോകുന്ന സ്ഥലങ്ങളിലൊക്കെ സന്ദർശിക്കുകയും സന്തോഷം പങ്കിടുന്നതിനൊക്കെയുള്ള നല്ല അവസരങ്ങളൊക്കെ ലഭിച്ചു. ഈ നല്ല ഓർമ്മകളെല്ലാം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ദൈവനാമത്തിന് മാത്രം പാടുക. എത്രയും ബഹുമാനപ്പെട്ട മാത്യു സച്ചൻ, ഞങ്ങളുടെ ഈ അതീവ ദുഃഖത്തിൽ പങ്കുചേരാൻ ഇവിടെ എത്തിയിരിക്കുന്ന ഞങ്ങളുടെ സുഹൃത്തുക്കൾ, ബന്ധുമിത്രാദികൾ, ഇടവകയിൽ നിന്നും മറ്റു ഇടവകളിൽ നിന്നും വന്നിട്ടുള്ള പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഏവർക്കും കുടുംബത്തിൻ്റെ പേരുള്ള നന്ദി പ്രകാശിക്കുന്ന കർത്തവ്യമാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. ആദ്യമായി നന്ദി രേഖപ്പെടുത്തുവാനുള്ളത് ഞങ്ങളുടെ ഇടവകാരി മാത്യു അച്ഛൻ കഴിഞ്ഞ മേയിലൂടെ ട്രാൻസ്ഫറായി വന്ന അന്ന് മുതൽ പല പ്രാവശ്യം മാത്യുവിനെ സന്ദർശിക്കുകയും പ്രാർത്ഥിക്കുകയും ആവശ്യമായ എല്ലാ സപ്പോർട്ടുകളും നൽകുക. കൂടാതെ കഴിഞ്ഞ ട്യൂസ്ഡേയിൽ രാത്രി മാത്യുവിന് ബ്രീത്തിങ് പ്രോബ്ലമായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ അച്ഛനോടൊപ്പം അവിടെ വരികയും ആ രാത്രി മൊത്തം അവിടെ കഴിച്ചുകൂടുകയും അതിനുശേഷം സംശയം കുഞ്ഞുങ്ങളെയും
ഈ അച്ഛന്മാരോടും കുടുംബത്തോടുമുള്ള ഞങ്ങളുടെ നന്ദി സ്നേഹത്തിൻ്റെ ഭാഷയിൽ വളരെ ആത്മാർത്ഥമായി സമർപ്പിക്കും. അതുപോലെ ഇവിടെ കണ്ടോൺസ് പറഞ്ഞ നല്ലവരായ എല്ലാ പ്രിയപ്പെട്ടവരും അവരുടെ നല്ല വാക്കുകൾക്കും സ്നേഹത്തിനും കുടുംബത്തിൻ്റെ പേരിലുള്ള ആത്മാർത്ഥമായ നന്ദി രേഖപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് റവറൻ ഡോക്ടർ എബ്രഹാം മാത്യു, റവറൻ ബ്ലെസ്സിംഗ് കെ മോൻ, റവറൻ എ വി തോമസ്, റവറൻ ജോൺ ജോർജ്, ഇവരോടെല്ലാം ഉള്ള പ്രത്യേക നന്ദി. വിവിധ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ച ഇടവക ജനങ്ങൾക്കാണ് നന്ദി രേഖപ്പെടുത്തുവാനുള്ളത്. ഞങ്ങൾ അപ്രകാരം നന്ദി പറഞ്ഞാലും അത് വളരെ കുറഞ്ഞു പോകുമെന്ന് ഞങ്ങൾ പറയുക. ആ കുറവ് ദൈവനാമത്തിൽ ക്ഷമിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ഈ ഇവന്റ് പ്ലാൻ ചെയ്യുന്നതിന് വേണ്ടി ധാരാളം ആൾക്കാർ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. നമ്മുടെ സെക്രട്ടറി റെനി നൈന, ട്രസ്റ്റീസ് Reggie Vorkis and Vorkis George, executive committee members, Vice President James Jacob, ushers and volunteers, choir, parking and children, AV team, sound system, photography display, Shaiji George, Ethan David, Abraham B. Matthew. അതുപോലെ ഈ ഈവെന്റിൽ ചെറുതും വലുതുമായ എല്ലാവിധ കാര്യങ്ങളും ചെയ്ത് ഇത് ഇത്രയും ഭംഗിയായി നടത്തുന്നതിന് സഹകരിച്ച ഇടവജനങ്ങളോടെല്ലാം നന്ദി പ്രത്യേകം പറയുന്നത്. അതുപോലെ ഷാജി, ലീനി, ഹോസ്പിറ്റലിലും വീട്ടിലും ആവശ്യമായ എല്ലാവിധ സഹകരണങ്ങളും നൽകി അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഇവരെല്ലാം വളരെ ആത്മാർത്ഥമായി അവരുടെ വിലയേറിയ സമയവും പ്രയത്നവും ഈ ഇവന്റിന്റെ ഭംഗിയായ പൂർത്തീകരണത്തിനായി വിനിയോഗിച്ചു. ഇവരോടെല്ലാമുള്ള കുടുംബത്തിന്റെ വളരെ ആത്മാർത്ഥമായ നന്ദി പൂപ്പോയികളോടെ രേഖപ്പെടുത്തുന്നു. This time we would like to thank the Redma Funeral Home for all their tireless effort and help with their service. അതുപോലെ ഫോട്ടോഗ്രാഫിയും ലൈവ് സ്ട്രീമിംഗും ചെയ്തതും സഹായിച്ചുകൊണ്ടിരിക്കുന്ന വിജിലിയോട് ടീമിനോടുമുള്ള നന്ദി ഈ സമയം പ്രകാശിച്ചു. Also, we would like to offer our sincere gratitude to Matthew's friends and staff of Walmart Pharmacy for being here and for their kind words and support. Thank you so much. Again, we thank all the friends, relatives, community people who volunteered their time and effort to help the family at this difficult time, and with this event, we remain grateful to you all. We take this time to express our gratitude to all the doctors, nurses, and all other hospital staff for their dedication and their sincerity. If we have missed anyone, I sincerely apologize, and I want to extend my thank you on behalf of the family. Every single one of here, I sincerely thank you for your support, for your love, and for your prayers. And also, please continue to pray for the family. May God bless you all. Thank you. Thank you, Aaron, for the wonderful message. I'm sure everybody would love to hear that you're a fine young man, so we have high hopes for you. Next, we have the service, which will be led by Reverend Matthew Matthews, and then we'll have the final viewing.
പിതാവിനും പുത്രനും പരിശുദ്ധരുമായും സ്തുതി. ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. സകല ഉപവാസികളുമായുള്ളവരെ ചെവികൊള്ളുവീൻ.
സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നവനും അന്ധകാരത്തെ പ്രകാശിപ്പിക്കുന്ന രശ്മിയും മരണത്തെ കൊന്നവനും പാതാളത്തെ ജയിച്ചവനും തന്റെ സൃഷ്ടിയെ പുതുതാക്കുന്നവനുമായ മഷികാതമ്പുരാനോ തന്റെ ദാസന്റെ സംസ്കാര ശുശ്രൂഷയുടെ നേരത്തും നമ്മുടെ ആയുസ്സിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതി ബഹുമാനവും നിറയോഗ്യമായിരിക്കുന്നു. ദൈവമായ കർത്താവേ, എല്ലാവരിൽ നിന്ന് സകലത്തെ ചുമയിലേക്ക് നീ വരുത്തി. നീ മനുഷ്യനെ സൃഷ്ടിച്ചു, രാജകീയമായ വസ്തുക്കളവനെ ശ്രേഷ്ഠനാക്കി. നല്ലതിനെ തിരഞ്ഞെടുക്കുന്നതിനും ദോഷമായുള്ളതിനെ ത്യജിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യവും സ്വയം അധികാരവും നീ അവന് കൊടുത്തു. വഞ്ചകനായ മൂലവൻ കൽപ്പനലംഘനത്തിൽ അകപ്പെട്ടു. അവൻ മണ്ണായിരുന്ന പ്രകാരം മണ്ണിലേക്ക് തിരികെ ചേരുമെന്നുള്ള വിധി അവൻ സമ്പാദിക്കുകയും ചെയ്തു. കരുണകളുടെ പിതാവും സകല ആശ്വാസത്തിന്റെ ദൈവമേ, അവനെ വഴിതെറ്റിയവനായ ശേഷം തള്ളിക്കളയാതെ സർവലോകത്തിന്റെ പരമവൈദ്യനായി നിന്റെ ഏകപുത്രനെ നീ അയച്ചു. അവന്റെ മഹത്വമുള്ള മരണം കൊണ്ട മനുഷ്യനെ നീ രക്ഷിക്കുകയും ചെയ്തു. മനുഷ്യരെ സ്നേഹിക്കുന്ന കർത്താവേ, ദുഃഖം നിറഞ്ഞ ഈ ആയുസ്സിൽ നിന്നും ഐശ്വര്യമുള്ളതും നിലനിൽക്കുന്നതുമായ ലോകത്തിലേക്ക് നീങ്ങിപ്പോയിരിക്കുന്ന ഞങ്ങളുടെ സഹോദരന്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ നേരത്ത് ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമെന്നോ നിന്നോട് ഞങ്ങൾ യാചിച്ചു കൊള്ളുന്നു. ദൈവമായ കർത്താവേ, നിന്റെ ഏകജാതനായ പുത്രൻ രണ്ടാമത്തെ പ്രത്യക്ഷനാവുകയും നല്ലവരുടെയും ദുഷ്ടരുടെയും പ്രവർത്തികൾക്ക് തക്കവണ്ണം പ്രതിപകരം ചെയ്യുകയും ബുദ്ധിയോടെ അധ്വാനിച്ച വേലക്കാർക്ക് രാജ്യം അവകാശമാക്കി കൊടുക്കുകയും ദുഷ്ടന്മാർ പ്രകാശമില്ലാത്ത അന്ധകാരത്തിലേക്ക് തള്ളപ്പെടുകയും ശുദ്ധിമാന്മാർ പ്രകാശത്തിന്റെ കൂടാരങ്ങളിൽ ചേർത്ത് കൊള്ളപ്പെടുകയും കർത്താവേ, നീ നീതിയുള്ളവനും നിന്റെ വിധികൾ അത്രയും സത്യമുള്ളവയുമാകുന്നുവെന്ന് ഇരുഭാഗക്കാരും ഉച്ചത്തിൽ വിളിച്ചു പറയുകയും ചെയ്യുമ്പോൾ തിരുനാമത്തിൽ മാമോദീസായേറ്റവനും ദൈവികമായ ശുശ്രൂഷകളിൽ സംബന്ധിച്ചവനും നിന്റെ ഏകപുത്രന്റെ രോഷാരോപണത്താൽ ആശ്രയിച്ചവനുമായ ഈ ദാസനാഴമുള്ള പാതാളത്തിൽ കൈവിടപ്പെടുകയില്ലെന്നും കെട്ടുപോകാത്ത അഗ്നിജാലയിൽ വേദനപ്പെടുകയില്ലെന്നും നിന്റെ മുഖപ്രകാശം കൊണ്ട് ഈ ദാസൻ സന്തോഷിക്കുകയും നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ ചേരുകയും നിന്റെ സേവകരുടെ പന്തിയിൽ എണ്ണപ്പെടുകയും പരമഭാഗ്യങ്ങൾ അവകാശമായി അനുഭവിക്കുകയും ചെയ്യുമെന്നുള്ള പ്രത്യാശയോടെ ഈ നിന്റെ ദാസന്റെ വേർപാട് നിങ്ങൾ ആശ്വസിക്കുകയും തമ്മിൽ തമ്മിൽ ആശ്വസിപ്പിക്കുകയും ഭാഗ്യകരവും മഹത്വകരമായ പ്രത്യാശയ്ക്കായി നിന്നെ നിങ്ങൾ വാഴ്ത്തുകയും ചെയ്യുന്നു. കാരുണ്യവാനായ കർത്താവേ, മനസ്സരമുള്ള ദൈവമേ, ഈ ദാസന്റെ മരണത്തെ വേർപാടുകൾ ദുഃഖിച്ചും വിഷാദിച്ചും ഇരിക്കുന്നവരായ ഞങ്ങളെയും പ്രത്യേകമായി ദാസന്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും നിന്റെ കരുണയുടെ ബൗദ്ധത്താൽ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുമാറാകണമേ. ഇവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരിനെയും ഇവരുടെ ഹൃദയങ്ങളിൽ നിന്ന് അതിവേദനകളെയും നീക്കിക്കളയണമേ. ആകുലചിന്തയില്ലാത്ത സമാധാനം കൊണ്ട് ഇവരെ സമാധാനപ്പെടുത്തണമേ. ആശ്വാസമില്ലാത്ത മനോവ്യസനത്തിൽ നിന്ന് ഇവരെ വിടുവിക്കണമേ. തീരാത്ത ദുഃഖത്തിൽ വീഴാതിരിക്കാൻ ദൈവികമായ പ്രത്യാശ കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ താങ്ങണമേ. നിന്റെ ശക്തിയുള്ള വലം കൈകൊണ്ട് വിശുദ്ധന്മാരുടെ ഹൃദയങ്ങളിലേക്ക് നടത്തണമേ. പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിച്ച് നിരാശപ്പെടാതെ നിന്നിലുള്ള വിശ്വാസവും ആശ്രയം കൊണ്ട് ഇവർ ആശ്വാസവും സമാധാനവും പ്രാപിക്കുമാറാകണമേ. ആത്മീയവും ലൗകികവുമായ സകല അനുഗ്രഹങ്ങളും കൊണ്ട് ഇവരെ സന്തുഷ്ടിയുള്ളവരാക്കണമേ. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് ചൊല്ലി നീതിമാനായ യോബിനെ പോലെ നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഇവരെ ശക്തിപ്പെടുത്തണമേ. കർത്താവേ, ഞങ്ങളുടെ അവസാനത്തെ നീ അറിയുന്നത് കൊണ്ട് ഞങ്ങളുടെ ജീവന് നീ അവസാനം വരുത്തുമ്പോൾ ഈ ലോകത്തിൽ നിന്നുള്ള പുറപ്പാടിനൊരുക്കമുള്ളവരും കാത്തിരിക്കുന്നവരുമായി ഞങ്ങൾ കാണപ്പെടുമാറാകണമേ. നിന്റെ സിംഹാസനം മുൻപാകെയുള്ള ശ്രേഷ്ഠമായ നില ഞങ്ങൾക്ക് ദാനം ചെയ്യണമേ. അറുതിയില്ലാത്ത മനുഷ്യ സ്നേഹത്താൽ ഞങ്ങളെല്ലാവരെയും ഓർത്തുകൊള്ളണമേ. നിന്റെ പരിശുദ്ധനായ കൂട്ടത്തിൽ നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രം കരേറ്റുവാൻ ഞങ്ങൾ അർഹരായി തീരുകയും ചെയ്യുമാറാകണമേ.
അരുളി ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായുടെ പിതാവായ ദൈവമേ, നിന്നിലുള്ള വിശ്വാസത്തിലും ഭയഭക്തിയിലും ഈ ആയുസ്സിനെ വിട്ടുപിരിഞ്ഞവരായ നിന്റെ ദാസന്മാരായ എല്ലാവർക്കും വേണ്ടി നിന്റെ പരിശുദ്ധ തിരുനാമത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. കർത്താവേ, അവരോടുകൂടെ ഞങ്ങളും നിന്റെ സ്വർഗ്ഗരാജ്യത്തിന്റെ അനുഭവക്കാരായി തീരത്തക്കവണ്ണം അവരുടെ നല്ല ദൃഷ്ടാന്തത്തെ പിന്തുടരുന്നതിന് ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിനക്കും നിന്റെ പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരുകയും ചെയ്യുമാറാകണമേ. എന്റെ സഹോദരരെ, ഇന്ന് നാം എവിടെ ആയിരിക്കുന്നുവെന്നും നാളെ നാം എവിടെ ആയിരിക്കുമെന്നും ഓർത്തുകൊള്ളുവിൻ. ഇന്ന് വീടുകളിൽ നാം സംസാരിക്കുന്നവരായിരിക്കുന്നു, നാളെ ശവക്കുഴിയിൽ മൗനതയുള്ളവരായിരുന്നു. ദിവസം തോറും ഇതോർക്കുന്നവൻ ഭാഗ്യവാനാകുന്നു. സഹോദരരെ, ധനവും സൗന്ദര്യവും ശ്രേഷ്ഠാധികാരവുമായ സകലവും ഒഴിഞ്ഞ ഒന്നുമില്ലാത്തതുപോലെ മാഞ്ഞു പോകുന്നുവെന്ന് പ്രത്യേകം ഗ്രഹിച്ചുകൊള്ളുവിൻ. നീ കമലാത്ത അധികാരമുള്ളവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുകയും പുനരുദ്ധാനത്തിൽ അവരുടെ ശരീരങ്ങളെ മഹത്വം ധരിപ്പിക്കുകയും ചെയ്യുന്ന മഷിക വാഴ്ത്തപ്പെട്ടവനാകുന്നു. മരിച്ചവരെ പുനർജീവൻ അടുത്തല്ലോ. നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരും
ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ സാഹചര്യങ്ങൾക്കായും അനുഭവങ്ങൾക്കായും ജീവിതത്തിനായും സ്തോത്രം. പ്രിയാപാടിന് തന്നെ ആ ജീവിതത്തിനായും നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ചെറിയൊരു ആയുസ്സെങ്കിലും കർത്താവേ അവിടെ നമ്മുടെ എല്ലാ ഉത്തരവാദിത്വങ്ങളിലും വിശ്വസ്തനായ മകനായി നിന്ന്, ഒരു സഹോദരനായി നിന്ന്, ഒരു ഭർത്താവായി അപ്പനായി ജീവിക്കുവാനും പ്രവർത്തിപ്പാനും അവിടുന്ന് സാധിച്ചു. ജോലി ചെയ്ത ഇടങ്ങളിലൊക്കെ കർത്താവെ അനുഗ്രഹപ്രദമായി പ്രവർത്തിപ്പാൻ അവിടുന്ന് ഇടയാക്കിയല്ലോ. രോഗത്തിന്റെ അനുഭവങ്ങളിൽ പ്രിയപ്പെട്ടവരെ കരുതിയ സ്നേഹിച്ച ശുശ്രൂഷിച്ച കാര്യങ്ങളൊക്കെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, രോഗാനുഭവത്തിന്റെ മധ്യത്തിലും സൃഷ്ടിതാവായ ദൈവത്തെ അറിയുവാൻ നിന്റെ മകന് കൊടുത്ത വലിയ കൃപയ്ക്കായി സ്തോത്രം. ആരാധന സമൂഹത്തിന്റെ ഭാഗമായി കടന്നു വന്ന ആരാധനയിൽ പങ്കാളിയായല്ലോ. ഇനി കർത്താവേ, നിന്റെ ദാസൻ ഞങ്ങളോട് കൂടെ ഈ ഭൂമിയിൽ ആരാധനയ്ക്ക് പങ്കാളിയാകില്ല എന്ന് യാഥാർത്ഥ്യം ഞങ്ങൾ ഗ്രഹിക്കുന്നു. എന്നാൽ നീ ഞങ്ങൾക്കും പ്രിയ മക്കൾക്കും കൊടുത്തിരിക്കുന്ന വലിയ പ്രത്യാശയ്ക്കായി സ്തോത്രം. പ്രിയ പാട്ടിനെ വീണ്ടും കാണാമെന്നുള്ള വലിയ പ്രത്യാശയിൽ ഈ നിത്യതയുടെ അനുഭവത്തിൽ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കുകയും നിത്യനിത്യതയിൽ നീ ഒരുക്കിയിരിക്കുന്ന ഭവനത്തിൽ പ്രിയനോടൊപ്പം ആനന്ദിപ്പാൻ ദൈവമേ അവിടുന്ന് ഇടയാക്കുന്നതിനായി നന്ദിയോട് സ്തോത്രം. നിന്റെ മക്കളുടെ തുടർന്നുള്ള യാത്രയിൽ അവിടുന്ന് കാവൽ ചെയ്യണം. ഇന്ത്യയിലേക്ക് ചെന്ന അയ്യൂരിന്റെ പ്രദേശത്ത് ചെന്ന ആവശ്യമായ എല്ലാ ശുശ്രൂഷകളും നിറവേറ്റി പ്രിയദാസന്റെ ശരീരത്തെ യാത്രയാക്കുവാൻ അവിടുന്ന് സഹായിക്കണം. സ്നേഹിച്ച് പ്രിയപ്പെട്ടവരെ, ബന്ധുമിത്രാദികളെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന പ്രിയ ബന്ധുക്കളെയും സഹോദരങ്ങളെയും പ്രിയപ്പെട്ടവരെയും ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വചനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്നീ ശുശ്രൂഷ വിധങ്ങളായ ഉത്തരവാദിത്തങ്ങൾ ചെയ്ത ചെറുതും വലുതുമായ ദൗത്യങ്ങളിൽ പങ്കാളിയായ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കർത്താവെ, കാര്യങ്ങൾ ആരംഭിച്ച കായിക സംഘത്തിനായി നന്ദിയോട് സ്തോത്രം. കൂടി വന്നതിന്റെ മക്കളെല്ലാവരെയും ദൈവമേ അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് പ്രിയ സ്നേഹിയും കുഞ്ഞുങ്ങളെയും കർത്താവെ അവിടുത്തെ ചിറകടിയിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കട്ടെ. അവിടുന്ന് ബലപ്പെടുത്തിയാട്ട്, അവിടുന്ന് ഉള്ളങ്ങളിലെ ഭയങ്ങളെ മാറ്റിക്കൊടുത്താട്ട് എല്ലായ്പ്പോഴും നിന്റെ കരങ്ങളിൽ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിപ്പാൻ നിന്റെ മക്കളെ സഹായിക്കണം. തിങ്കളാഴ്ച യാത്രയിലൊക്കെ കർത്താവെ കൂടെയിരിക്കണമേ. ദൈവമേ, ഇടവകയെ ഒന്ന് ബലപ്പെടുത്തി ശക്തീകരിച്ച് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ പരസ്പരം സ്നേഹവും കരുതലുമുള്ളവരായി തുടർന്നും ജീവിക്കുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണം. കൂടി വന്നതിന്റെ മക്കളെല്ലാവരെയും ധന്യരാക്കണമേ. നിങ്ങളുടെ യാത്രകളിൽ കൂടെ ഇരിക്കണമേ. അടിയങ്ങളുടെ പ്രാർത്ഥനയെ കൃപയോടെ കേൾക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, and also,
Just one more announcement, sorry.